Hi dear friends, welcome back to Easy Commerce Concepts by Ajiza. So, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഇതിൽ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ കോണ്ടന്റുകളാണ്, എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമതായി മണി, എന്താണ് ധനം, അതിന്റെ മീനിങ്. 2 ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങൾ. 3 ഡിമാൻഡ് ഫോർ മണി, അതായത് പണത്തിനോടുള്ള നമ്മുടെ ഡിമാൻഡ് എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മണി ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്, പിന്നെ എന്താണ് സപ്ലൈ ഓഫ് മണി. Then we discuss about measures of money supply in India, M1, M2, M3, M4, and money creation by the banking system and high-powered money, and most important, instruments of monetary policy and Reserve Bank of India. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അവസാനം പറഞ്ഞൊരു ഏരിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മണി എന്നാണ് നോക്കുന്നത്. മണി ഈസ് എ കമ്മോഡിറ്റി അക്സെപ്റ്റഡ് ബൈ ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് മണി എന്നത് കൊണ്ട് നമ്മൾ പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം എന്ന് പ്രൊഫസർ വോക്കർ പണത്തെ കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. പണത്തിന്റെ പൊതു സ്വീകാര്യത എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ, അതായത് ഒരു മാധ്യമമായിട്ട് നമ്മളൊരു കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്യപ്പെട്ട, എല്ലാവരാലും എന്താണ് അത് അക്സെപ്റ്റ്, എല്ലാവർക്കും അത് സ്വീകാര്യമാണ്. പണം കൊടുത്ത ആരെങ്കിലും പറയാൻ വേണ്ടെന്ന് ഇല്ല അല്ലെ. അതായത് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്ത്, മണി എന്ന് പറയുന്നത്. സോ ഇതിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ജനറലി എന്ത് പറയാം, മണിയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ധനത്തെ 2 ആയിട്ട്, പണത്തെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനെ 2 ആയി ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും. സോ പ്രൈമറി ഫങ്ഷനിൽ മെയിൻലി 2 ഫങ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു മീഡിയം ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. 2 സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, അതായത് മണി ആക്ട് ആസ് എ കൺവീനിയന്റ് യൂണിറ്റ് ഓഫ് എ അക്കൗണ്ട് വെൻ ദ പർച്ചേസ് ഓർ സെൽ ഓഫ് ഗുഡ്സ്, അതായത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ആയിട്ട് നമ്മൾ മണിയെ കരുതുന്നുണ്ട്. ആൻഡ് സെക്കൻഡറി ഫംഗ്ഷനിലും 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഡെഫേർഡ് പേയ്മെന്റ്, അതായത് ഫ്യൂച്ചറിൽ നടത്താനിരിക്കുന്ന പേയ്മെന്റ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 രീതിയിലാണ് മണിയുടെ ഫങ്ഷൻസ് ഉള്ളത്. പ്രൈമറി ആൻഡ് സെക്കൻഡറിയിൽ തന്നെ, പ്രൈമറിയിൽ 2ഉം സെക്കൻഡറിയിൽ 2ഉം, അങ്ങനെ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. ഇങ്ങനെ 4 ഫങ്ഷൻസ് ആണ് മണിക്കുള്ളത്. പിന്നെ നിങ്ങളോട് ചോദിക്കും എന്താണ് ഡിമാൻഡ് ഓഫ് മണി, ഡിമാൻഡ് ഫോർ മണി എന്താണ്, പണത്തിനോടുള്ള നമ്മുടെ ഡിമാൻഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ പണം കരുതുന്നത്. ഇവിടെ പറയുന്നു 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ആളുകൾക്ക് പണത്തിനോട് ഡിമാൻഡ് ഉള്ളത്. ഒന്ന്, ദാറ്റ് ഈസ് പ്രിക്വേഷണറി മോട്ടീവ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രിക്വേഷൻ, ഒരു മുൻകരുതൽ എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പാരന്റ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും എന്തെങ്കിലുമൊക്കെ അവർ കരുതൽ ധനമായിട്ട് കയ്യിൽ വെക്കും. എന്തിനാണ്? എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ചെലവോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ, അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെലവുകൾ വന്നാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട്, കടം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കയ്യിൽ പണം കരുതി വെക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിക്വേഷണറി മോട്ടീവ് എന്ന് വിളിക്കുന്നത്. അതായത് മുൻകരുതൽ പ്രേരകം എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. അടിയന്തരമായി ഉണ്ടാകുന്ന ആവശ്യങ്ങളെ നേരിടാൻ വേണ്ടി ജനങ്ങൾ കയ്യിൽ പണം കരുതാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിക്വേഷണറി മോട്ടീവ്. രണ്ടാമത്തെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ഇപ്പൊ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, അപ്പൊ ഞാൻ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ശരി ചേട്ടാ ടാറ്റ ബബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവർക്ക് ഞാൻ കഴിച്ച ഫുഡിന് എന്ത് കൊടുക്കണം, ഒരു പണം കൊടുക്കണം അല്ലെ. അതായത് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാൻ, വാങ്ങിക്കാൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളിൽ ഏർപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ എന്ത് വേണം,
നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. സോ കൈമാറ്റ പ്രേരകമായിട്ട് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ആളുകളോ വ്യവസായ യൂണിറ്റുകളോ പണം കൈവശം വെക്കാറുണ്ട്. ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ബസ്സിന് പണം കൊടുക്കണം. വണ്ടിക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കണമെങ്കിൽ അതിന് കയ്യിൽ ക്യാഷ് വേണം. അപ്പൊ കയ്യിൽ വെക്കണമെന്നില്ല, നമ്മുടെ കാർഡിൽ അക്കൗണ്ടിൽ ഉണ്ടായാലും മതി. ഇപ്പൊ ക്യാഷ്ലെസ് ഇക്കോണമി ആയതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും തന്നെ നമുക്ക് ഒരു സ്കാനർ അല്ലെങ്കിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. നമുക്ക് സ്കാൻ ചെയ്തിട്ട് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് കയ്യിൽ നമ്മൾ ക്യാഷ് വെക്കാറുണ്ട്. ആൻഡ് ഫൈനലി സ്പെക്കുലേറ്റീവ് മോട്ടീവ്, അതായത് നമ്മൾ മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഊഹക്കച്ചവടം എന്നൊക്കെ പറയാറുണ്ട്. അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ഊഹക്കച്ചവടം. അതായത് ഇപ്പൊ സ്വർണത്തിന്റെ വില എടുക്കാം. ഇപ്പൊ സ്വർണത്തിന് അടുത്ത ആഴ്ച വില കൂടും എന്നുള്ളൊരു നമ്മൾക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങി വെക്കും. കാരണം എന്താണ്, അടുത്ത ആഴ്ച ആകുമ്പോൾ ഇതിലും പണം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇപ്പോഴേ അങ്ങ് വാങ്ങി വെക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയണം, ആരെങ്കിലും അടുത്ത ആഴ്ച കുരുമുളകിന് വില കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇപ്പൊ നമ്മൾ എന്താ പറയാ, അത് വാങ്ങുന്നതിൽ നല്ലതാണ് അപ്പൊ അത് വാങ്ങി വെക്കുന്നത്. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ കൺസ്യൂമർ ആണ്. അപ്പൊ ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഭാവിയിൽ ഐ മീൻ ഫ്യൂച്ചറിൽ വില കുറയാൻ പോവാ. അപ്പൊ നമ്മൾ ഇപ്പൊ വിൽക്കുന്നതാണോ ഫ്യൂച്ചറിൽ വിൽക്കുന്നതാണോ നല്ലത്? ഇപ്പൊ വിൽക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ വിറ്റാൽ കുറച്ചുകൂടെ നമുക്ക് ലാഭമാണ്. കുറച്ച് കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ പണം വല്ലാണ്ട് കുറഞ്ഞു പോകും കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചില ഫോക്കാസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ട്രെൻഡ് അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് ഊഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും പണം അവിടെ ഉണ്ട്. നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. നമ്മളൊരു സാധനം വിൽക്കണമെങ്കിൽ ഇത് വാങ്ങുന്ന ആളുടെ കയ്യിൽ ക്യാഷ് വേണം. അപ്പൊ ഒരു ഊഹക്കച്ചവടത്തിന്റെ പേരിലും ഇത് നടക്കുന്നുണ്ട്. ഒരു സാധനത്തിന്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ പിന്നീട് വില കൂടും എന്ന ഊഹത്തിൽ അത് വാങ്ങും, അല്ലെ? ഇപ്പൊ എന്താ പറയാ, പിന്നീട് വില കൂടും എന്നുള്ളതിന്റെ ഇതിൽ നമ്മൾ കുറച്ച് സാധനം വാങ്ങി വെക്കും. എന്നിട്ട് വില കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതൽ പൈസക്ക് വിൽക്കും. അത് നമ്മളൊരു ഊഹമാണ്. അങ്ങനെ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നടക്കും, നടക്കാതിരിക്കും. സോ ഇങ്ങനെ വിൽക്കുന്ന വില വാങ്ങിയ വിലയേക്കാൾ ഉയർന്നതാണെങ്കിൽ അവിടെ ഊഹാത്മക നേട്ടം, സ്പെക്കുലേറ്റീവ് ഗെയിൻ ഉണ്ടാവും. അതായത് നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് നമ്മൾ അത് വിൽക്കുന്നതെങ്കിൽ നമുക്ക് നേട്ടമാണ്. നേരെ മറിച്ചാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ലോസ് ആണ്, അല്ലെ? നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ടിനാണ് നമ്മൾ അത് വിൽക്കുന്നതെങ്കിൽ നമുക്കത് നഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് അതിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 മോട്ടീവാണ് എന്തിന്റെ പിന്നിലുള്ളത്, നമ്മൾ കയ്യിൽ പണം വെക്കുന്നതിന്റെ പിന്നിൽ. ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ പ്രിക്വേഷണറി മോട്ടീവ് ഉണ്ട്, ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്, അതായത് പണത്തിന്റെ പ്രധാനം. The total stock of money held by the public at a particular time is known as total money supply. അതായത് നമ്മുടെ എക്കോണമിയിലെ പബ്ലിക് ടോട്ടൽ ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണിയെ വിളിക്കുന്ന പേരാണ് എന്ത്, സപ്ലൈ ഓഫ് മണി എന്ന് പറയാം. മൊത്തം എക്കോണമിയിലുള്ള പണമാണ് പറയുന്നത്. സോ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 എണ്ണമാണുള്ളത്. M1, M2, M3, M4 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. M1, M2, M3, M4. ഇതിൽ M1നെയും M2യെയും വിളിക്കുന്ന പേരാണ് നാരോ മണി, M3യെയും M4നെയും വിളിക്കുന്ന പേരാണ് ബ്രോഡ് മണി. ഓക്കെ, ക്ലിയർ? M1, M2, M3, M4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്ന് വെച്ചാൽ ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദ മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി. നമ്മുടെ നാട്ടിലെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ RBIയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു എക്കോണമിയിലെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാ കാണിക്കുക എന്ന് വെച്ചാൽ CU ഡിവൈഡഡ് ബൈ DD ആണ്. അതായത് നമ്മൾ CU എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി ആണ്, കറൻസി ഡിവൈഡഡ് ബൈ DD, ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ഞാൻ ഓടി വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ തന്ന് അങ്ങനെ വന്നത്. This is the most important question for your exam. That is instruments of monetary policy and Reserve Bank of India. അതായത് നമ്മുടെ എക്കോണമിയിലെ മണിയുടെ
സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോണിറ്ററി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടൂൾസ് എന്തൊക്കെയാണ്? ദ ടൂൾസ് വിച്ച് യൂസ്ഡ് ബൈ RBI ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ മോണിറ്ററി സപ്ലൈ ഇൻ ദ എക്കോണമി, ഇൻ ആർ എക്കോണമി. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 4 എണ്ണമാണ്. എന്തൊക്കെയാണ്? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR ആൻഡ് SLR ഉള്ള വേരിയേഷൻ, സ്റ്റെറിലൈസേഷൻ. ഇങ്ങനെ 4 ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ 4 മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്കോണമിയിലുള്ള മോണിറ്ററി അല്ലെങ്കിൽ മണി സപ്ലൈ RBI എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ചില സിറ്റുവേഷൻസിൽ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ നമ്മുടെ എക്കോണമിയിൽ ഒത്തിരി പണം വല്ലാണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? RBI ബാങ്ക് റേറ്റ് അങ്ങ് കൂട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് കുറയും. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും? ആ ഒരു റേറ്റ് കൂട്ടും. ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അവർക്ക് തിരിച്ചടക്കിയിട്ട് RBIയിലോട്ട് അടയ്ക്കണം. അപ്പൊ ഇത് വളരെ ലോ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ലോൺ എടുത്ത് പോകുമ്പോൾ ഇവർക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട. എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് RBI ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻഫ്ലേഷനെ എന്ത് ചെയ്യും? ഒന്ന് കൺട്രോൾ ചെയ്യും. അതേപോലെ എക്കോണമിയിൽ ഡിഫ്ലേഷൻ ആണ്, ഒട്ടും പണം ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് RBI ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണ്, പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ RBI എന്ത് ചെയ്യുന്നു? ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എക്കോണമിയിൽ ഡിഫ്ലേഷൻ ആണ്, മണി സപ്ലൈ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, RBI ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് ബാങ്ക് റേറ്റിന്റെ കേസ്. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ ദ റേറ്റ് അറ്റ് വിച്ച് the commercial bank has to pay interest to RBI for taking what? Loan from RBI. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് എടുത്ത വായ്പകൾക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് തിരിച്ചടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വാങ്ങിയും വിറ്റും എക്കോണമിയിലെ മോണിറ്ററി സപ്ലൈ, മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക്. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും ഫ്രം ദ എങ്ങോട്ട്? ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോക്ക് പർച്ചേസ് ഹൈ പവേർഡ് മണി ഇൻ ദ എക്കോണമി. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് RBI വാങ്ങുന്ന സമയത്ത് ആളുകളിലേക്ക് അല്ലെങ്കിൽ എക്കോണമിയിലേക്ക് മണി ഇൻജെക്റ്റ് ആവും. അപ്പൊ അവിടെയുള്ള ഒരു ഡിഫ്ലേഷൻ പ്രശ്നങ്ങളൊക്കെ തീരും. കാരണം ആളുകളുടെ അല്ലെങ്കിൽ എക്കോണമിയിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും RBI ഗവൺമെന്റ് സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ എക്കോണമിയിലേക്ക് നിന്ന് RBIയിലേക്ക് പോകും. എക്കോണമിയിലേക്ക് എന്ത് വരും? പണം വരും. ഇതേ സമയം ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക. എക്കോണമിയിൽ ഒട്ടും പണം ഇല്ലെങ്കിൽ RBI എന്ത് ചെയ്യും? ഇത് നേരെ തിരിച്ചു ചെയ്യും. അതായത് എക്കോണമിയിലേക്ക് ഈ സെക്യൂരിറ്റീസുകൾ വിൽക്കും. അപ്പോൾ എക്കോണമിയിലുള്ള പൈസയൊക്കെ RBIയിലോട്ടേക്ക് പോകും. അപ്പൊ ആ ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇൻഫ്ലേഷൻ സമയത്ത് ഓപ്പൺ മാർക്കറ്റിലേക്ക് സെക്യൂരിറ്റികൾ വിറ്റിട്ടും ഡിഫ്ലേഷൻ സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റികൾ വാങ്ങിയിട്ടും പർച്ചേസ് ചെയ്തിട്ടുമാണ് RBI ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻഫ്ലേഷനെ ഡിഫ്ലേഷൻ അല്ലെങ്കിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇൻഫ്ലേഷൻ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് വിൽക്കുകയാണ് ചെയ്യുക, സെല് ചെയ്യാണ് ചെയ്യുക. അതേ സമയത്ത് ഡിഫ്ലേഷൻ സമയത്ത് പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അടുത്തതാണ് CRRS ആണ്, ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇൻഫ്ലേഷൻ സമയത്ത് CRR SLR ഇൻക്രീസ് ചെയ്യും, ഡിഫ്ലേഷൻ സമയത്ത് CRR SLR ഡിക്രീസ് ചെയ്യും. പിന്നെ വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ. RBI often use instruments of money creation of stabilizing the stock of money in the economy from external shocks. എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നും എക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അതായത് വിദേശ നാണയത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലോ പുറത്തോ ഉള്ള അമിത പ്രവാഹത്തെ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ഉണ്ട്, ആ ഒരു പ്രവാഹത്തെ, അതായത് ബാഹ്യമായ ആഘാതങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുക, ആ ഒരു പ്രവാഹത്തെ
തടഞ്ഞു നിർത്തി സുസ്ഥിരമായ, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി നിലനിർത്തുന്നതിന് വേണ്ടി RBI സ്വീകരിക്കുന്ന നടപടികളെയാണ് സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അതായത് RBIയുടെ എന്താണ് മണി റെഗുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, സ്റ്റെറിലൈസേഷൻ. പിന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്, RBI ഫോം ചെയ്തത് എപ്പോഴാണ്? 1935 ആൻഡ് അറ്റ് ലിക്വിഡിറ്റി ട്രാപ്പ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ബിക്കംസ് ഇൻഫിനിറ്റി ആൻഡ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് M/H ആണ്. പിന്നെ ഹൈ പവേർഡ് മണി ഈസ് ഈക്വൽ ടു CU+R ആണ്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഐഡന്റിഫൈ ദ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ₹1 കറൻസി നോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ₹1 അത് അടിച്ചിറക്കുന്നത് ആരാണ്? അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. നോട്ട് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ RBI ആണ്. ഈ ₹1 കോയിൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. പിന്നെ നമ്മളോട് M1, M2, M3, M4 അത് ഏതൊക്കെയാന്ന് ചോദിക്കാൻ. M1 is equal to CU+DD. അതേപോലെ M2 is equal to M1 plus saving deposit with post office savings bank. M3 is equal to M1 plus net time deposit of commercial bank. M4 is equal to M3 plus total deposit with the post office savings. ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ RBIനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. RBIയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ. RBI ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? അപ്പൊ RBIനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. എക്സാം അടിപൊളിയാക്കി എഴുതുക. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും തന്നെ പഠിച്ചാൽ മതിയാവും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഐ എം വെരി കോൺഫിഡൻറ്റ്. അപ്പൊ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് വരിക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്ക് ഉറപ്പാണ്. പിന്നെന്താ, എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.